ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം നിക്കോൺ നോവയുടെ ഓവർഫോൾട്ട് സിനിമയുടെ 3ാം ഭാഗം പുറത്തിറങ്ങിയിരിക്കുന്നു. മുൻപുള്ള 2 ഭാഗങ്ങളും പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടപ്പെട്ടതിനാൽ ആരാധകരുടെ ആവശ്യം പരിഗണിച്ച് നിർമ്മാതാക്കൾ ഈ 3ാം ഭാഗവും റിലീസ് ചെയ്തു. മുൻ കഥ അറിയാത്തവർക്ക് അതിന്റെ ലിങ്ക് വിവരണം ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കും. കഥ മികച്ചതാണെങ്കിലും ഈ ഭാഗം പൂർണ്ണമായി ആസ്വദിക്കാൻ മുൻ കഥകൾ കാണുന്നത് നന്നായിരിക്കും. നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടമായെങ്കിൽ കമന്റിൽ നിക്കോൺ നോവ എന്നെഴുതാൻ മറക്കരുത്. സമയമൊട്ടും പാഴാക്കാതെ നമുക്ക് കഥയിലേക്ക് കടക്കാം. കഥ ആരംഭിക്കുന്നത് നോവയിൽ നിന്നാണ്. അവൾ വിമാനത്തിൽ തന്റെ സുഹൃത്തിന്റെ അടുത്തേക്ക് പോവുകയാണ്. വിമാനത്തിലിരുന്ന് ഒരു മാസികയിൽ നിക്കിന്റെ ചിത്രം അവൾ കാണുന്നു. മുൻഭാഗത്തിന്റെ അവസാനത്തിൽ അവരുടെ ബന്ധം വഷളായിരുന്നു. നോവ വിമാനത്തിലിരിക്കുമ്പോൾ അബദ്ധത്തിൽ ഒരു യാത്രക്കാരന്റെ പാന്റിൽ കാപ്പി തെറിപ്പിക്കുന്നു. അയാൾ അതിനെക്കുറിച്ച് വിഷമിക്കുന്നില്ല. തുടർന്ന് ഇരുവരും പരസ്പരം പരിചയപ്പെടുന്നു. നോവയുടെ സൗന്ദര്യത്തിൽ അയാൾ ഒറ്റനോട്ടത്തിൽ തന്നെ ആകൃഷ്ടനായി. എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അയാൾ നോവയുടെ നമ്പർ ചോദിക്കുന്നു. പക്ഷേ അവൾക്ക് കൊടുക്കാൻ കഴിയുന്നില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ നോവയെ കൂട്ടാൻ അവളുടെ സുഹൃത്തെത്തുന്നു. ഇരുവരും കണ്ടുമുട്ടുമ്പോൾ സന്തോഷിക്കുന്നു. വീട്ടിലെത്തിയ ശേഷം തങ്ങളുടെ ഒരുമിച്ചുള്ള പ്രകടനത്തിനായി സുഹൃത്തായ ജന നിക്കിനെയും നോവയെയും ജോഡിയാക്കുന്നു. എന്നാൽ നിക്കിനും നോവയ്ക്കുമിടയിൽ ഇതിനകം തന്നെ സങ്കീർണമായ ഒരവസ്ഥ നിലനിൽക്കുന്നു. ആദ്യം നിക്കിന്റെ പേര് കേട്ട് നോവ വിസമ്മതിക്കുന്നുണ്ടെങ്കിലും ജനയ്ക്കുവേണ്ടി അവൾക്കതിന് സമ്മതിക്കേണ്ടി വരുന്നു. അങ്ങനെ പരിപാടി ആരംഭിക്കുന്നു. വെള്ള വസ്ത്രമണിഞ്ഞെത്തിയവരിൽ നോവ അതിസുന്ദരിയായി കാണപ്പെട്ടു. കുറച്ചു കഴിഞ്ഞപ്പോൾ നിക്കും അവിടെയെത്തി. നിക്കിനെ കണ്ടതും നോവ ഒളിക്കാൻ ശ്രമിക്കുന്നു. അതായത് അവനെ നേരിടാൻ അവൾ ആഗ്രഹിക്കുന്നില്ല. എന്നിരുന്നാലും നോവയുടെ മനസ്സിൽ നിക്കിനോട് ഇപ്പോഴും ഇഷ്ടം അവശേഷിക്കുന്നുണ്ടായിരുന്നു. പാർട്ടിയിൽ എല്ലാവരും നന്നായി ആസ്വദിക്കുന്നു. നിക്കും നോവയെ അവഗണിക്കുന്നു. നോവയുടെ മുന്നിൽ വന്നിട്ടും അയാൾ തിരിച്ചുപോകുന്നു. അടുത്ത ദിവസം വിവാഹ ചടങ്ങിനായി എല്ലാവരും ഒരുങ്ങി കാറുകളിലായി യാത്ര പുറപ്പെടുന്നു. അവസാനം നിക്കും നോവയും മാത്രം ബാക്കിയാകുന്നു. നോവ നിക്കിന്റെ കാറിൽ കയറി യാത്ര തിരിക്കുന്നു. ഇരുവരും പരസ്പരം നോക്കുന്നുണ്ടെങ്കിലും സംസാരിക്കാൻ ആർക്കും ധൈര്യമില്ലായിരുന്നു. കാരണം അവരുടെ അഹംഭാവം അതിന് തടസ്സമുണ്ടാക്കി. അപ്പോൾ കാറിന്റെ പിന്നിലിരുന്ന ഒരു കുട്ടിക്ക് പെർഫ്യൂമിന്റെ മണം കൂടുതലായി തോന്നുന്നു. ജനൽ താഴ്ത്താൻ ആവശ്യപ്പെടുന്നു. നിക്ക് ജനൽ താഴ്ത്തുകയും പിന്നീട് അടയ്ക്കുകയും ചെയ്യുന്നു. ഇത് കണ്ട നോവ തന്റെ കഴുത്തിൽ പെർഫ്യൂം തളിക്കുന്നു. നിക്ക് ഉടൻ തന്നെ ബട്ടൺ അമർത്തി ജനൽ താഴ്ത്തുന്നു. ഇരുവരും മാറി മാറി ജനൽ മുകളിലേക്കും താഴേക്കുമാക്കുന്നു. അതായത് സംസാരിക്കാതെ തന്നെ കാറിൽ വഴക്കിടുന്നു. പരിപാടി നടക്കുന്ന സ്ഥലത്ത് അവർക്ക് ഒരുമിച്ച് നിൽക്കേണ്ടിവരുന്നു. അവർക്കുള്ള ഭക്ഷണം കഴിക്കാനുള്ള മേശയും അടുത്തടുത്തായി സ്ഥാപിക്കുന്നു. നിക്കിന്റെയും നോവയുടെയും സുഹൃത്തുക്കളുടെ തന്ത്രമായിരുന്നു ഇത്. അവർ ഇരുവരും വീണ്ടും അടുക്കാൻ ആഗ്രഹിച്ചു. നോവയ്ക്ക് നിക്കിനോട് സംസാരിക്കണമെന്നുണ്ടായിരുന്നെങ്കിലും കഴിഞ്ഞില്ല. പാർട്ടിയിൽ ഇരുവരും അകലെ നിന്ന് പരസ്പരം നോക്കുന്നുണ്ടായിരുന്നു. അടുത്ത ദിവസം നിക്കിന്റെയും നോവയുടെയും സുഹൃത്തുക്കളുടെ വിവാഹം നടക്കുന്നു. വിവാഹശേഷം ഇരുവരും സന്തോഷവാന്മാരാണ്. രാത്രിയിലെ പാർട്ടിയിൽ എല്ലാവരും ആഘോഷിക്കുന്നു. അവിടെയെത്തിയവർ പരസ്പരം നൃത്തം ചെയ്യുന്നു. ഒടുവിൽ നിക്കിനും നോവയ്ക്കും നിർബന്ധപൂർവ്വം ഒരുമിച്ച് നൃത്തം ചെയ്യേണ്ടിവരുന്നു. ഈ നൃത്തം അവരുടെ എല്ലാ അകലവും ഇല്ലാതാക്കുന്നു. ഇരുവരും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. രാവിലെ ഉണർന്ന നോവ നിക്കിനെ ആശംസിക്കുന്നു. പക്ഷേ അയാൾ ഉടൻ തന്നെ അവിടെ നിന്ന് പോകുന്നു. ഇത് നോവയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. വിവാഹശേഷം നോവ പലയിടത്തും ജോലിക്ക് ശ്രമിക്കുന്നു. പക്ഷേ അവൾക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ഒടുവിൽ ഒരു കമ്പനിയിലെത്തുമ്പോൾ വിമാനത്തിൽ വെച്ച് കണ്ടുമുട്ടിയ ആളെ തന്നെ അവൾ വീണ്ടും കാണുന്നു. അതൊരു പ്രോഗ്രാമിംഗ് കമ്പനിയായിരുന്നു. അവളെ അവിടെ കണ്ടതിൽ അയാൾ ആശ്ചര്യപ്പെടുന്നു. അവൾക്ക് ജോലിയും വാഗ്ദാനം ചെയ്യുന്നു. നിക്കിന്റെയും നോവയുടെയും സുഹൃത്തുക്കൾ വിവാഹശേഷം ഒരു വെള്ളച്ചാട്ടത്തിനടുത്ത് സമയം ചെലവഴിക്കാൻ പോകുന്നു. പക്ഷേ ജനയ്ക്ക് ആ അനുഭവം ഇഷ്ടപ്പെടുന്നില്ല. അടുത്തതായി രംഗം മാറുന്നത് നിക്കിലേക്കാണ്. സ്വന്തം സംതൃപ്തിക്കായി അയാളെല്ലാം ചെയ്യുന്നു. പക്ഷേ ഒരിടത്തും ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. കാരണം അവന്റെ മനസ്സ് മുഴുവൻ നോവയെക്കുറിച്ചുള്ള ചിന്തയിലായിരുന്നു. നോവ തന്റെ ജോലി വളരെ നന്നായി ചെയ്യുന്നു. എല്ലാവരും അവളിൽ സംതൃപ്തരാകുന്നു. നോവയ്ക്കും ഈ ജോലി ഇഷ്ടമായിരുന്നു. നിക്കിന്റെ അച്ഛൻ ചില ഏജന്റുമാരെ കമ്പനിയിൽ നിന്ന് പിരിച്ചുവിടുന്നു. സാമ്പത്തിക സ്ഥിതി മോശമായതിനെ തുടർന്ന് അവർ പുറത്ത് ബഹളമുണ്ടാക്കുന്നു. ഈ വിഷയം കൂടുതൽ വഷളാവുകയും നിക്കിന്റെ അച്ഛന്റെയും കമ്പനിയുടെയും പ്രശസ്തിക്ക് കോട്ടം സംഭവിക്കുകയും ചെയ്യുന്നു. ഷെയർ ഹോൾഡർമാർ എതിർപ്പുമായി വരുന്നു. എന്നാൽ നിക്ക് അവരെ സമാധാനിപ്പിച്ച് പിന്തുണ തുടരാൻ ആവശ്യപ്പെടുന്നു. നിക്കിന്റെ അഭിഭാഷകയുമായി അയാൾക്ക് കുറച്ചുകാലമായി ഒരു താൽക്കാലിക ബന്ധമുണ്ടായിരുന്നു. നിക്ക് അവളോട് പറയുന്നു, നിന്റെ അച്ഛന്റെ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നു. നമ്മൾ ഒരുമിച്ചാൽ കമ്പനിയുടെ പ്രശസ്തി വർദ്ധിക്കാനും നിന്റെ അച്ഛന്റെ തിരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യാനും സാധ്യതയുണ്ട്. നമ്മൾ ഡേറ്റ് ചെയ്യുകയാണെന്ന് മാധ്യമങ്ങളോട് പറഞ്ഞാൽ മതി. അവൾ അതിന് സമ്മതിക്കുന്നു. നോവ ഇപ്പോൾ സൈമൺ എന്നയാളോടൊപ്പം ധാരാളം സമയം ചെലവഴിക്കുന്നുണ്ടായിരുന്നു. അത് സൈമണിന്റെ മനസ്സിൽ നോവയോടുള്ള ഇഷ്ടം വർദ്ധിപ്പിച്ചു. അവർ അടുത്തെത്തിയെങ്കിലും ഈ ബന്ധത്തിന് കുറച്ചുകൂടി സമയം നൽകണം എന്ന് പറഞ്ഞ് നോവ അവനെ തടയുന്നു. അടുത്ത ദിവസം നാളെ നിക്ഷേപകർ വരുന്നുണ്ടെന്നും കമ്പനി ശാന്തമായിരിക്കണമെന്നും സൈമൺ എല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കുന്നു. നാളത്തെ കാപ്പി ആരാണ് നൽകേണ്ടത് എന്നതിനെ ചൊല്ലി നോവയും സൈമണും വാതുവയ്ക്കുന്നു. അപ്പോഴാണ് അപ്രതീക്ഷിതമായി നിക്കങ്ങോട്ട് വരുന്നത്. എന്നെ പിന്തുടരുന്നത് നിങ്ങൾക്ക് നിർത്താൻ കഴിയുമോ?
എന്ന് നോവ ചോദിക്കുന്നു. ഞാൻ ഈ കമ്പനിയുടെ ഓഹരികൾ വാങ്ങി, ഇനി മുതൽ ഞാൻ ഇതിന്റെ മേൽനോട്ടം വഹിക്കും എന്ന് നിക്ക് മറുപടി പറയുന്നു. നോവ ഒരു പെൺകുട്ടിയോട് സംസാരിക്കുമ്പോൾ നമ്മുടെ ബോസ് എന്തൊരു മുരടനാണെന്ന് അവൾ പറയുന്നു. അതെ, നമ്മുടെ ബോസ് ശരിക്കും മുരടനാണ് എന്ന് നോവ മറുപടി പറയുന്നു. ഇത് കേൾക്കുന്ന നിക്ക് നോവയെക്കൊണ്ട് കൂടുതൽ ജോലി ചെയ്യിക്കാൻ തുടങ്ങുന്നു. നോവ ഒരു ചെറുപ്പക്കാരനുമായി കൂടുതൽ അടുപ്പം കാണിക്കുന്നത് നിക്ക് ശ്രദ്ധിക്കുന്നു. അതവനിൽ അസൂയയുണ്ടാക്കുന്നു. അതിനുശേഷം നോവ തന്റെ സുഹൃത്തിനെ കാണാൻ പോകുന്നു. അവിടെ അവൾ മൈക്കിളിനെ കാണുന്നു. നോവ മൈക്കിളിനോട് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ നീ കാരണം എന്റെ ജീവിതം തകർന്നു എന്ന് അയാൾ പറയുന്നു. അതായത് മൈക്കിൾ മുമ്പ് എന്തോ പ്രശ്നമുണ്ടാക്കി, അതുകൊണ്ട് ഇപ്പോൾ ആരും അവന് ജോലി നൽകാൻ തയ്യാറല്ല. കൂടാതെ അയാൾക്ക് ലഭിക്കാനിരുന്ന പുതിയ ജോലിയും നഷ്ടപ്പെടാൻ പോകുകയായിരുന്നു. തുടർന്ന് നിക്കിന്റെ വീട്ടിലെ ഒരു രംഗം കാണിക്കുന്നു. നിക്ക് തന്റെ അനുജത്തി മാഗിയെയും കൊണ്ടാണ് അവിടെ എത്തിയത്. അവൾക്ക് അച്ഛനോട് സംസാരിക്കാൻ പേടിയായിരുന്നു. നോവയുമായി മാഗി നന്നായി ഇടപഴകുന്നു. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നോവ ഓഫീസിൽ വെച്ചെടുത്ത പ്രതികാരമെന്ന നിലയിൽ നിക്കിനെക്കൊണ്ട് വീട്ടിലെ ജോലികൾ ചെയ്യിക്കുന്നു. അടുത്ത ദിവസം ഓഫീസിൽ പോയ നിക്ക് അവിടെ ആരും പ്രണയിക്കരുതെന്നും ആരെങ്കിലും പ്രണയിക്കുന്നുണ്ടെങ്കിൽ അതുതന്നെ അറിയിക്കണമെന്നും എല്ലാവരോടും പറയുന്നു. കൂടാതെ നിക്ക് ഓഫീസിൽ എല്ലായിടത്തും ക്യാമറകളും സ്ഥാപിക്കുന്നു. നോവയും സൈമണും അടുക്കുന്നത് തടയാൻ വേണ്ടിയാണ് നിക്ക് ഇതെല്ലാം ചെയ്തത്. നിക്കിന്റെ ഈ തന്ത്രം ഫലം കാണാൻ തുടങ്ങുന്നു. എന്നാൽ നോവ സൈമണുമായി ബന്ധം സ്ഥാപിക്കുന്നു. നിക്ക് അങ്ങനെ ചെയ്തതുകൊണ്ട് നോവയും അതേ നാണയത്തിൽ മറുപടി നൽകുകയായിരുന്നു. നിക്കിന്റെ ഉപദ്രവം വർദ്ധിച്ചു. സൈമണിന്റെ ജോലി അപകടത്തിലാകുന്നു. അതുകൊണ്ട് നോവ തന്റെ രാജിക്കത്ത് നൽകിപ്പോകാൻ തീരുമാനിക്കുന്നു. മാഗിയെ വീട്ടിലാക്കാൻ പോയ നിക്ക് തന്റെ അമ്മയെ കാണുന്നു. നിനക്ക് എന്നോട് വെറുപ്പാണെന്ന് എനിക്കറിയാം, പക്ഷേ എനിക്ക് സമയം കുറവാണ്. എനിക്ക് ബ്ലഡ് ക്യാൻസറാണ്. ഇനി നീ വേണം മാഗിയെ ശ്രദ്ധിക്കാൻ. ഇത് കേട്ട് നിക്ക് അതീവ ദുഃഖിതനാകുന്നു. നിക്കിന്റെ അമ്മയുടെ കാര്യങ്ങൾ കേട്ട ശേഷം നിക്കും നോവയും മാഗിയെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. മാഗിയെ ഉറക്കിയ ശേഷം നോവ പോകുമ്പോൾ തന്റെ കൂടെ നിൽക്കണമെന്ന് നിക്ക് നോവയോട് അപേക്ഷിക്കുന്നു. അവൾക്ക് താൽപ്പര്യമില്ലെങ്കിലും അവനോടൊപ്പം നിൽക്കേണ്ടിവരുന്നു. അവിടെ വെച്ച് അവർ വീണ്ടും അടുക്കുന്നു. ആ രാത്രിയിൽ കൊടുങ്കാറ്റും ഭൂകമ്പവും ഉണ്ടാകുന്നു. ആ കൊടുങ്കാറ്റിൽ അവർ ആസ്വദിക്കുന്നു. രാവിലെ ഉണർന്ന നിക്ക് നോവയെ ഏതാർ കാണുന്നില്ല. അവൾ കാറുമായി പോയിരുന്നു. നോവയ്ക്ക് രക്തസ്രാവമുണ്ടാകുന്നു. അവൾ ആശുപത്രിയിൽ പോകുന്നു. അവിടെ വെച്ച് അവൾ 4 മാസം ഗർഭിണിയാണെന്നറിയുന്നു. ഇത് കേട്ട് നോവ ആശ്ചര്യപ്പെടുന്നു. മൈക്കിൾ ഇത് കാണുകയും രഹസ്യമായി അവളുടെ റിപ്പോർട്ട് എടുക്കുകയും ചെയ്യുന്നു. ഈ അവസരം മുതലെടുത്ത് മൈക്കിൾ തന്റെ അഭിഭാഷകനെ വിളിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞ ശേഷം തനിക്കെതിരെയുള്ള കേസ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. നോവ സുഹൃത്തിന്റെ അടുത്തേക്ക് പോയി എല്ലാ കാര്യങ്ങളും പറയുന്നു. ഇനി മുതൽ നീ എന്റെ വീട്ടിൽ താമസിക്കണം എന്ന് ജന പറയുന്നു. അടുത്ത ദിവസം കമ്പനിയുടെ പാർട്ടിയിൽ എല്ലാവരും ആസ്വദിക്കുകയാണ്. നോവയെ സൈമണോടൊപ്പം കണ്ട നിക്ക് അസൂയപ്പെടുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അവൻ അവളുടെ അടുത്തേക്ക് പോകുന്നു. നിന്റെ അടുത്തേക്ക് വരുമ്പോൾ എന്നെ തന്നെ നിയന്ത്രിക്കാൻ എനിക്ക് കഴിയുന്നില്ലെന്ന് നിനക്കറിയാമല്ലോ എന്ന് നോവ പോകാൻ തുടങ്ങുമ്പോൾ നിക്ക് പറയുന്നു. അപ്പോൾ നോവയ്ക്ക് അസ്വസ്ഥത അനുഭവപ്പെടുന്നു. നിക്ക് അവളെ കാറിൽ വീട്ടിലെത്തിക്കുന്നു. നമ്മൾ തമ്മിൽ പഴയതുപോലെ ഒന്നുമില്ല, മാത്രമല്ല നിങ്ങൾ സോഫിയയുമായി ഒരു കുടുംബജീവിതം തുടങ്ങാൻ പോവുകയാണല്ലോ എന്ന് നോവ പറയുന്നു. ഇവിടെ നോവ പരോക്ഷമായി പറയാൻ ശ്രമിക്കുന്നു, പക്ഷേ നിക്കിന് മനസ്സിലാകുന്നില്ല. ദിവസങ്ങൾ കടന്നുപോകുന്നു. നിക്കിന്റെ അമ്മ മരിക്കുന്നു. അച്ഛനെ സ്വീകരിക്കാൻ മാഗി തീരെ തയ്യാറല്ലായിരുന്നു. നോവ അവളെ സമാധാനിപ്പിക്കുകയും അവിടെ താമസിക്കാൻ സമ്മതിപ്പിക്കുകയും ചെയ്യുന്നു. അത് കാരണം അവൾ അച്ഛനുമായി സംസാരിക്കാൻ തുടങ്ങുന്നു. നോവ അവിടെ നിന്ന് മാറി പുതിയ ജീവിതം തുടങ്ങാൻ തീരുമാനിക്കുന്നു. ഇനിയൊരിക്കലും അങ്ങോട്ട് വരില്ലെന്നും വയറ്റിലുള്ളത് നിക്കിന്റെ കുട്ടിയാണെന്ന് അവനെ അറിയിക്കില്ലെന്നും അവൾ തീരുമാനിക്കുന്നു. അതേസമയം നമ്മൾ തമ്മിൽ ഈ ബന്ധം വേണ്ട എന്ന് നിക്ക് സോഫിയോട് പറയുന്നു. നിങ്ങളുടെ ആവശ്യം നോവയ്ക്കാണ് എന്ന് പറഞ്ഞ് സോഫിയത് മനസ്സിലാക്കുന്നു. കാരണം നോവയുടെ വയറ്റിൽ നിക്കിന്റെ കുട്ടിയാണെന്ന് സോഫി അറിഞ്ഞിരുന്നു. നിക്ക് നോവയുടെ അടുത്തേക്ക് വരുമ്പോൾ അവൾ അവിടെ നിന്ന് പോകുകയായിരുന്നു. നിക്ക് അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നു. എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് പറയുന്നു. നോവ വയറുമറച്ച് കാറിൽ കയറുന്നു. പക്ഷേ ഒടുവിൽ അവൾക്ക് സത്യം പറയേണ്ടി വരുന്നു. ഞാൻ ഗർഭിണിയാണ്, ഞാനിവിടം വിട്ടുപോകുകയാണ് എന്ന് അവൾ പറയുന്നു. ഇതാര് നിന്റെ കുട്ടിയായാലും ഞാൻ സ്വീകരിക്കും, ഇത് സൈമണിന്റെ കുട്ടിയായിരിക്കുമല്ലോ എന്ന് നിക്ക് പറയുന്നു. നോവ കാറുമായി പോകുമ്പോൾ നിക്കിന്റെ സുഹൃത്ത് എടാ പോട്ടാ, അത് നിന്റെ കുട്ടിയാണ് എന്ന് പറയുന്നു. ഇത് കേട്ട് നിക്ക് ആവേശഭരിതനാവുകയും കാറുമായി നോവയെ പിന്തുടരുകയും ചെയ്യുന്നു. ഇരുവരും വളരെ വേഗത്തിൽ കാറോടിക്കുന്നു. നോവ ദയവായി പോകരുത് എന്ന് നിക്ക് പറയുന്നു. കൂടാതെ നിക്ക് തന്റെ പ്രണയം പ്രഖ്യാപിക്കുന്നു. പക്ഷെ അവിടെ നിൽക്കാൻ നോവ തയ്യാറായില്ല. മുൻ സിനിമയിലെ പോലെ ഇവിടെയും ഒരു കാർ റേസ് നടക്കുന്നു. നോവയെ മറികടക്കാൻ നിക്ക് റോങ് സൈഡിലൂടെ പോകുന്നു. ഞാൻ നിന്റെ അമ്മൂമ്മയെ സന്തോഷവാർത്ത അറിയിക്കാൻ പോവുകയാണ് എന്ന് നോവ പറയുന്നു. ഇത് കേട്ട് നിക്ക് സന്തോഷിക്കുന്നു. ഇരുവരും മാതാപിതാക്കളുടെ വീട്ടിലെത്തുന്നു. കാർ നിർത്തി ഇരുവരും പരസ്പരം അടുത്തേക്ക് വരുമ്പോൾ ഒരാൾ അങ്ങോട്ട് വന്ന് നിക്കിനെ വെടിവെച്ച് കടന്നുകളയുന്നു. ഇത് മറ്റാരുമല്ല, കമ്പനിയിൽ നിന്ന് പിരിച്ചുവിട്ട ഒരാളായിരുന്നു. വെടിയേറ്റ് നിക്ക് നിലത്ത് വീഴുന്നു. നിക്കിന്റെ അവസ്ഥ കണ്ട നോവ കരയുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ നിക്കിനെ ആംബുലൻസിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു. നിക്കിന് ബോധം വരുമ്പോൾ 3 മാസം കഴിഞ്ഞിരുന്നു.
3 മാസത്തെ കോമയിൽ നിന്ന് നിക്ക് പുറത്തുവരുന്നു. എല്ലാവരും അവനെ കണ്ടതിൽ സന്തോഷിക്കുന്നു. നിക്ക് നോവയുടെ വയറ്റിലേക്ക് നോക്കുമ്പോൾ അത് പരന്നിരുന്നു. അതായത് നോവ കുഞ്ഞിന് ജന്മം നൽകിയിരുന്നു. വീട്ടിലെത്തിയ ശേഷം നിക്കും നോവയും കുഞ്ഞുമായി സന്തോഷത്തോടെ ജീവിക്കുന്നു. രാത്രിയിൽ നോവ കാപ്പിയുണ്ടാക്കാൻ താഴെ പോകുമ്പോൾ നിക്കിനോടും നോവയോടും പ്രതികാരം ചെയ്യാൻ ബ്രയർ അവിടെ എത്തുന്നു. അവൾ അവരുടെ കുഞ്ഞിനെ എടുത്തുപോകാൻ ശ്രമിക്കുന്നു. ഇത് അറിഞ്ഞ് നോവ മുകളിലേക്ക് വന്ന് കുഞ്ഞിനെ വിടാൻ ആവശ്യപ്പെടുന്നു. പക്ഷെ ബ്രയറും മൈക്കിളും ആരെയും ശ്രദ്ധിക്കുന്നില്ല. മൈക്കിൾ നോവയെ പിടിക്കുന്നു, ബ്രയറോട് പോകാൻ ആവശ്യപ്പെടുന്നു. നിക്ക് അപ്പോഴും പൂർണ്ണമായി സുഖം പ്രാപിച്ചിരുന്നില്ല. നോവ എങ്ങനെയോ അവസരം മുതലെടുത്ത് പുറത്തേക്ക് രക്ഷപ്പെടുന്നു. കുഞ്ഞുമായി പുറത്തെത്തിയ ബ്രയർ, ഞാൻ നിന്നോട് പ്രതികാരം ചെയ്യും എന്ന് പറയുന്നു. അതേസമയം, നീ വലിയ ഹാൻസമാണല്ലോ, നിന്റെ മുഖത്തിന്റെ രൂപം ഞാൻ മാറ്റാൻ പോവുകയാണ് എന്ന് മൈക്കിൾ നിക്കിനോട് പറയുന്നു. നീ എന്നെ തൊട്ടാൽ തോർ നിന്നെ വെറുതെ വിടില്ല എന്ന് നിക്ക് മറുപടി പറയുന്നു. തോർ എന്നത് നിക്കിന്റെ നായയുടെ പേരായിരുന്നു. തോർ മൈക്കിളിനെ ആക്രമിച്ച് താഴെയിടുന്നു. ഇത് കണ്ട് ബ്രയറിന്റെ ശ്രദ്ധ മാറുന്നു. നോവ തന്റെ കുഞ്ഞിനെ എടുക്കുന്നു. അപ്പോഴേക്കും പോലീസും അവിടെ എത്തുന്നു. നോവ ബ്രയറിനെ ഒരു പഞ്ച് നൽകുന്നു. പോലീസുകാർ ഇരുവരെയും അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്നു. കഥയുടെ അവസാനം നിക്കും നോവയും വിവാഹിതരാകുന്നു. നിക്കിന്റെ സുഹൃത്ത് അവർക്ക് വെള്ളച്ചാട്ടത്തിന്റെ അനുഭവം ആസ്വദിക്കാൻ സ്ഥലം അയച്ചുകൊടുക്കുന്നു. നോവ നിക്കിന് ഒരു കിടിലൻ കാർ സമ്മാനിക്കുന്നു. ആ കാറിൽ ഇരുവരും അതിവേഗത്തിൽ യാത്ര ചെയ്യുന്നു. ഇവിടെ വെച്ച് ഈ സിനിമയുടെ കഥ അവസാനിക്കുന്നു. ഈ സിനിമ നിങ്ങൾക്ക് എങ്ങനെ തോന്നിയെന്ന് കമന്റിൽ അറിയിക്കുക. നിക്കിന്റെയും നോവയുടെയും കൂട്ടത്തിൽ ആരാണ് കൂടുതൽ സുന്ദരൻ എന്നും പറയുക. ഇതുപോലുള്ള അത്ഭുതകരമായ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.